സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. റോമാലേഖനം 11 36 കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ദൈവവചനത്തിൽ കാണുകയാണ്. അവനാണ് എല്ലാത്തിലും ചലിക്കുന്നത്. അവനിലൂടെയാണ് എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. അവനിലേക്കാണ് എല്ലാ കാര്യങ്ങളും മുന്നേറുന്നത്. സകലവും അവനിൽ നിന്നും തുടങ്ങുന്നു. നാം വേദപുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയാണ് ആരംഭിക്കുന്നത്. പ്രിയരെ, എല്ലാത്തിൻ്റെയും ആരംഭം ദൈവത്തിലൂടെയാണ്, ദൈവത്തിൽ നിന്നുമാണ്. ദൈവത്തിന് എല്ലാത്തിനെക്കുറിച്ചും പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി അത് നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. അത് നാശത്തിനായിട്ടുള്ള പദ്ധതിയല്ല. സകലതും അറിയുന്നവനും സകലത്തിനും ആരംഭം കുറിക്കുന്നവനുമായ ദൈവം അവൻ്റെ എല്ലാ പ്രവൃത്തികളും ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കുകയും അത് കൊള്ളാവുന്നതാക്കി തീർക്കുകയും ചെയ്യുന്നവനായ നല്ല ദൈവമാണ്. എല്ലാത്തിന്മേലും കർത്തൃത്വം നടത്തുകയും എല്ലാത്തിൻ്റെയും നാഥനും കർത്താവുമായിരിക്കുകയും ചെയ്യുന്നവനായ നമ്മുടെ ദൈവം അവൻ പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുക. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശു ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാകുന്നത് പോലെ ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ ചെയ്തെടുത്ത് അവൻ്റെ ആ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നവൻ നമ്മിലൂടെ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇതാ ഞാൻ വേഗം വരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ക്രിസ്തു. നമുക്ക് അവങ്കലേക്ക് കൂടുതലായി പറ്റിച്ചേരാം. അവൻ നമ്മുടെ ഇന്നലകളെ അറിയുന്നു. നമ്മുടെ ഇന്നേ ദിവസം അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു. നമ്മുടെ നല്ല നാളേക്കായി അവനോടൊപ്പം ചേർന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.